നമസ്കാരം. ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്. തിളക്കമുള്ള നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനും നിഗൂഢതകൾ നിറഞ്ഞതാണ്. പുറമേ കാണുന്നത് പോലെ മിന്നിത്തിളങ്ങുന്നതല്ല യാഥാർത്ഥ്യമെന്ന് പറയുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയാണ്. അടിമുടി സ്ത്രീവിരുദ്ധത തുറന്നു പറയുന്ന ലൈംഗിക ചൂഷണവും ലഹരി ഉപയോഗവും മദ്യപാനവും എങ്ങനെയാണ് സിനിമാ മേഖലയിൽ നിറഞ്ഞാടുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. 15 പേരടങ്ങുന്ന പ്രമുഖരുടെ ഒരു പവർ ഗ്രൂപ്പിന് വഴങ്ങാത്തവർക്ക് നിലനിൽപ്പില്ല. ഇടനിലക്കാരുൾപ്പെടെ അരങ്ങുവാടുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് സിനിമയെ വെല്ലുന്ന വില്ലത്തരമാണ്. നടക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ സർക്കാർ ഇതിന് പരിഹാരം കാണാൻ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നതാണ് നാം ഉറ്റുനോക്കുന്നത്. ഈ വിഷയം ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം അതിഥികൾ ഉണ്ടാകും, ഒപ്പം നമ്മളുടെ റിപ്പോർട്ടർമാരും തത്സമയം. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ സ്വകാര്യത മാനിച്ചുകൊണ്ട് പുറത്ത് വിടരുതാത്ത ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള പേജുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ കുറേ വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പോഴും അവിടെ ഏത് തരത്തിലേക്കാണ് ഈ സ്ത്രീകൾ പലതരത്തിലുള്ള പീഡനം, അത് ശാരീരിക പീഡനം, മാനസിക പീഡനം, ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു തൊഴിലിടമായി ഒരു തരത്തിലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന രീതിയിലല്ല, പുറമേക്ക് പറയാൻ കൊള്ളരുതാത്ത കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു തൊഴിലിടമായി ഇത് മലയാള സിനിമാ മേഖല മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം ഇന്നിപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എത്രത്തോളം ഞെട്ടലോടെ നമ്മൾ ഇതിനെ കാണണം. ഇതിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ചുരുക്കി? അനുജ, അടിമുടി നാണക്കേടെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. മൂന്ന് കാര്യങ്ങൾ. അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഈ നിഗൂഢതകളുടെ ആകാശമാണ് മലയാള സിനിമ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അതിൽ പറയുന്നത് വിഗ്രഹങ്ങൾ, പല കഥകളും കേട്ടപ്പോൾ വിഗ്രഹങ്ങളൊക്കെ തകർന്നു വീഴുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി. മൂന്നാമത്തേത് ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ, ഈവൻ സോൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ എന്നുള്ള ചില 3 പ്രധാനപ്പെട്ട കണ്ടെത്തൽ തന്നെ മതി എത്രമാത്രം നാണക്കേടിൽ കൂടിയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. ഇനി വളരെ പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് യാഥാർത്ഥ്യം. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്ന നടിമാരുടെ മൊഴി. പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി ഇടിക്കാറുണ്ട്. വാതിൽ തകർത്തിവർ അകത്തേക്ക് കയറുമെന്ന ഭയപ്പെടുന്ന അവസരങ്ങളുണ്ടായി. ഇതിനാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്ക സ്ത്രീകളും ഷൂട്ടിങ്ങിനെത്തുന്നത്. പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് IPC പോസ്റ്റ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങളുണ്ടായി. എന്നാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കപ്പെടുന്നു. നടന്മാരോട് ഇതേക്കുറിച്ച് കമ്മിറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ കേസിന് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയാമെന്നായിരുന്നു മറുപടി. കേസിന് പോവുകയാണെങ്കിൽ പ്രശസ്തരായതിനാൽ സൈബർ ആക്രമണം പോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് നടിമാർ ഭയക്കുന്നു. സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന് ഈ മേഖലയിലെ പുരുഷന്മാർക്ക് ചിന്തിക്കാനാകുന്നില്ല. അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നതെന്നും ഒരവസരത്തിനായി ഏത് പുരുഷനോടൊപ്പവും കിടക്ക പങ്കിടുമെന്നുള്ള ചിന്തയാണ് സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർക്ക്. ഒരു പെൺകുട്ടി ചൂഷണത്തെ എതിർക്കുന്ന ആളാണെങ്കിൽ പിന്നീട് സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യമുണ്ട്. അതിനാൽ കലയോട് ആഭിമുഖ്യമുള്ളവരാണെങ്കിൽ പോലും ചൂഷണം നിശബ്ദമായി സഹിക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് കമ്മിറ്റി ഒരു നടിയോട് ചോദിച്ചു. ചിലപ്പോൾ ഉണ്ടാകാമെന്നും പരസ്യമായി പറയാൻ ഭയക്കുന്നു എന്നുമായിരുന്നു നടിയുടെ മറുപടി. സിനിമാ മേഖലയിലെ നടന്മാരും നടിമാരും ICC രൂപീകരിക്കുന്നത് ഗുണകരമാണെന്ന് കമ്മീഷനെ അറിയിച്ചു. അമ്മ, ഫെഫ്ക എന്നിവയിൽ നിന്ന് 2 പേർ വീതവും സിനിമാ മേഖലയിലെ മറ്റ് സംഘങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശവും ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ തന്നെ ചൂഷണം തുടങ്ങുന്നു. അവസരം വാഗ്ദാനം ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഉൾപ്പെടെയുള്ളവർ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്ന് നടിമാരോട് നിർദ്ദേശം കൊടുക്കാറുണ്ട്. വിട്ടുവീഴ്ച, ഒത്തുതീർപ്പ് എന്നീ വാക്കുകൾ മലയാള സിനിമാ മേഖലയിലെ എല്ലാ സ്ത്രീകൾക്കും പരിചിതമാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറായിരിക്കണമെന്നാണ് നൽകുന്ന സന്ദേശമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നടന്മാർ, സംവിധായകർ, നിർമ്മാതാക്കൾ, പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി ആര് വേണമെങ്കിലും നടിമാരോട് ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ആവശ്യപ്പെടാറുണ്ട്. ചില പ്രശസ്ത നടിമാരെ ചൂണ്ടിക്കാട്ടി ഇവരെല്ലാം സിനിമയിൽ മുന്നേറിയതും പണം സമ്പാദിച്ചതും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെന്ന് പറയാറുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിലെ പുരുഷന്മാർ വിട്ടുവീഴ്ചയ്ക്ക് പലരോടും ആവശ്യപ്പെടുന്നു. നടിമാർ പ്രശസ്തരായത് വിട്ടുവീഴ്ച ചെയ്താണെന്ന് ഈ മേഖലയിൽ പലരും വിശ്വസിക്കുന്നു. ഇങ്ങനെയൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചത് സിനിമാ മേഖലയിലുള്ളവർ തന്നെയാണെന്നും നടിമാർ മൊഴി നൽകി. കുടുങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കുമെന്ന് പല നടിമാരും പറഞ്ഞു. WCC രൂപീകരിച്ചതിന് ശേഷമാണ് നടിമാർ ഇത്തരം ദുരനുഭവങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയത്.
സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ WCC ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. ഈ ഗ്രൂപ്പിലെ വിവരങ്ങൾ പുറത്തു പോകില്ലെന്ന് സംഘടന ഉറപ്പു നൽകിയതോടെ പലരും തുറന്നു സംസാരിച്ചു. WCC രൂപീകരിച്ചതിനാൽ സുരക്ഷിതമായി പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കഴിഞ്ഞു എന്ന് പല സ്ത്രീകളും തുറന്നു പറഞ്ഞു. സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ട ആവശ്യമില്ലെന്നാണ് നടിമാരുടെ വെളിപ്പെടുത്തൽ. സിനിമയിൽ ഇടകിച്ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്കും പുറത്തും അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പല പുരുഷന്മാരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു. സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിലും പലവട്ടം ആവശ്യപ്പെടുന്നു. കൂടുതൽ സിനിമകളിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാൻ ക്ഷണിക്കുന്നത്. കമ്മീഷന് മൊഴി നൽകിയവരിൽ ചിലർ വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ, വാട്സപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് എന്നിവ ഹാജരാക്കി. സിനിമയിൽ പ്രവേശിക്കണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് ആണ് സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. ആദ്യ അവസരത്തിൽ പോലും കിടക്ക പങ്കിടണമെന്ന വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ കടന്നു പോകുന്നതെന്ന് കമ്മീഷൻ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നുവെന്ന് പല വനിതകളും മൊഴി നൽകി. അതാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോടതിയെയോ പോലീസിനെയോ സമീപിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടായേക്കാമെന്ന് നടിമാർ ഭയക്കുന്നു. നടിമാരെ പരസ്യമായി സൈബറിടങ്ങളിൽ അശ്ലീല ഭാഷയിൽ ആക്രമിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്ത് നടിമാരെ നാണം കെടുത്തുന്നു. സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയാൽ വലിയ റിസ്ക്കാണ് നടിമാർക്കും ബന്ധുക്കൾക്കും ഏറ്റെടുക്കേണ്ടി വരുന്നതെന്നും ചിലർ മൊഴി നൽകി. ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന പലരും സ്വാധീനമുള്ളവരാണ്. അതിനാൽ അവരുടെ ചെവിയിൽ കേസിനെ സംബന്ധിച്ച കാര്യങ്ങൾ എത്തുന്നത് നടിമാരെ ഭയപ്പെടുത്തുന്നു. സിനിമാ മേഖലയിൽ നടിമാർക്കെതിരെ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും ഉപദ്രവങ്ങളും കമ്മീഷനെ ഞെട്ടിച്ചെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വേദനയോടെയാണ് പല കഥകളും ആവർത്തിച്ച് കേട്ടതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മോശമായ അനുഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ഉപദ്രവിച്ച ആളിന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും സിനിമയിൽ ഉണ്ട് എന്നും ചില നടിമാർ വെളിപ്പെടുത്തി. തലേ ദിവസത്തെ മോശം അനുഭവം മാനസികമായി തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് 17 റീടേക്കുകൾ എടുക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ സംവിധായകൻ കഠിനമായി വിമർശിച്ചു എന്ന നെഞ്ച് തകരുന്ന വേദനയോടെ ചില അഭിനേതാക്കൾ വെളിപ്പെടുത്തിയെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. IPC നിയമം അനുസരിച്ച് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് കൂടി എന്തിനാണ് സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് 5 വർഷം അടയിരുന്നത് എന്നുള്ള ചോദ്യം സംസ്ഥാന സർക്കാരിന് വരും മണിക്കൂറുകളിൽ സർക്കാരിനെതിരെ മറുപടി പറയേണ്ട സാഹചര്യവും വരെ. അങ്ങനെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങളുടെ ലഹരി നുരയുന്ന മലയാള സിനിമാ മേഖലകളുടെ ഇപ്പോൾ ഈ പറയുന്ന ലൈംഗിക ചൂഷണം, ഞെട്ടിക്കുന്ന ലൈംഗിക ചൂഷണം പ്രമുഖ നടന്മാരുടെയും അതുപോലെ സംവിധായകരുടേതും പ്രൊഡക്ഷൻ കൺട്രോളറുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നടിമാർക്ക് നേരിടേണ്ടി വരുന്നു. ഒപ്പം തന്നെ അവർക്ക് ഏത് തരത്തിലേക്കാണ് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പോലും ഉള്ള ഇടങ്ങളില്ലാതെ വരുന്നത് എന്നവർ പറയുന്നു. വസ്ത്രം മാറാനുള്ള ഇടമില്ല എന്ന് പറയുന്നു. ഇതെല്ലാം അതിലുണ്ട്. കൂടാതെ ഇപ്പോൾ ശിപാർശ എന്ന തരത്തിലേക്ക് കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്താണ്? ഒരു ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഹേമ കമ്മിറ്റി. ഹേമ കമ്മിറ്റി പ്രധാനമായും ഇക്കാര്യത്തിൽ പറയുന്നത് സിനിമാ മേഖലയിലെ സമഗ്രമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അത് പഠിക്കാൻ, അതടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ട്രൈബ്യൂണൽ വേണം. ആ ട്രൈബ്യൂണലിന്റെ തലപ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ വേണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ അതും പറയുന്നുണ്ട്. അത് ഈ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം വേണം. ഒരു റിട്ടയർഡ് വനിതാ ഹൈക്കോടതി ജഡ്ജിയായിരിക്കണം ഈ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷ. മാത്രമല്ല അതടക്കമുള്ള കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് തുടങ്ങിയ വാക്കുകൾ അത് സ്ഥിരമായി കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള ഇടപെടൽ അത് ഈ സിനിമാ മേഖലയിൽ വേണം. അക്കാര്യത്തിൽ അമാന്തം പാടില്ല എന്നുള്ള കാര്യം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. അത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. 2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അമാന്തം കാണിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരുമെന്നുള്ളതിൽ തർക്കമില്ല. നമുക്കൊപ്പം രാഹുൽ ഈശ്വർ തത്സമയമുണ്ട്. രാഹുൽ ഈശ്വർ, നമ്മൾ ഈ ആണധികാരത്തെക്കുറിച്ചൊക്കെ പൊതുവെ പറയും, അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളതാണ് എന്നതിൽ തർക്കമില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകുന്നു പല കാര്യങ്ങളിലും എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നവർ കൂടിയാണ്. ഇപ്പോഴിതാ നമ്മളൊക്കെ ഈ ചിലരുടെ കാര്യത്തിലെങ്കിലും ചില നടന്മാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉള്ള ഇടത്താണ് ഇത്തരത്തിലേക്കുള്ള ഏറ്റവും വൾഗറായ ഒരു ഇടമാണ് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രി എന്ന് ഇതിൽ പരം ഒരു തെളിവ് വേണമോ? ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കുന്ന നാണക്കേട്, മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് എത്ര വലുതാണ് രാഹുൽ ഈശ്വർ? മാഡം, രണ്ട് കാര്യം. ഒന്ന്,
നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളിലൊന്ന്, ഞാൻ തുടങ്ങട്ടെ, ഇത് യൂണിവേഴ്സലായ പ്രശ്നങ്ങളല്ല, പലരും ഇത് അനുഭവിച്ചിട്ടുണ്ട്. ആ വരി തന്നെ നോക്കാം. ലെറ്റ് മി സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ് ദാറ്റ് ഇതൊരു യൂണിവേഴ്സൽ പ്രശ്നങ്ങളല്ല, പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്നതാണ് റിപ്പോർട്ട്. എന്നാൽ മലയാള സിനിമ നമുക്ക് അറിയുന്നത് പോലെ വലിയൊരു ശതമാനം ബാക്കി ഇൻഡസ്ട്രീസിനെക്കാട്ടും മെച്ചമാണ്. ഇത് കൂടുതൽ മെച്ചമാക്കാനുള്ള റിപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഇത് പറയുന്നതിന്റെ കാര്യം സ്ത്രീപക്ഷത്തു കൂടെ നിന്നുകൊണ്ടാണ്. കാര്യം പലപ്പോഴും വിജയിച്ച അഭിനേത്രികളെല്ലാം മോശക്കാരികളാണെന്നും അവർ കോംപ്രമൈസിങ് ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ സഹകരിക്കുന്ന ആൾക്കാരാണെന്നോ ഒക്കെ തെറ്റിദ്ധാരണ പകരും. അതുകൊണ്ട് റിപ്പോർട്ട് വളരെ പ്രസക്തമാണ്. നമ്മൾ ഡീൽ ചെയ്യേണ്ടതാണ്. സർക്കാരിന്റെ നിലപാട്, വനിതാ കമ്മീഷൻ നിലപാട് വരണം, അമ്മയടക്കമുള്ളവർ നിലപാടെടുക്കണം. പക്ഷെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയെ കുറെ കൂടെ മെച്ചമാക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണ് എന്നതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാര്യം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് എതിരാകും, പ്രൊഡ്യൂസർ സെന്റിമെന്റ്സ് എതിരാകും. ഇവരുടെ എല്ലാം ഉപജീവനമാണ്. നമുക്കിത് ചർച്ച മാത്രമാണ്, പക്ഷെ അവരുടെ ജീവിതത്തെ കൂടി നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവധാനതയോടുകൂടി പോകണം. പ്രസന്റ് സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം വളരെ പോസിറ്റീവാണ്, സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. കോൺക്ലേവ് ഇനി ഒക്ടോബറിൽ വരുന്നുണ്ട്. ആ കോൺക്ലേവിൽ സജഷൻസ് വരണം. ഏതെങ്കിലും തരത്തിലുള്ള ട്രൈബ്യൂണൽ പോലുള്ള കാര്യങ്ങൾ, പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ ഇൻവോക്ക് ചെയ്യാമെങ്കിൽ അതിന്റെ കാര്യത്തിൽ വരണം. ഹെൽപ്പ് ലൈനുകൾ വരണം. തീർച്ചയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയെ കുറെ കൂടെ മെച്ചമാക്കാനുള്ളതായിരിക്കണം ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട്. ആരെയും ഞെട്ടിക്കാനോ ആരെയും വെട്ടിവീഴ്ത്താനോ ആരെയും കരിവാരത്തേക്കാനോ ഉള്ളതാകരുത്. പല കാര്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ സഹോദരിമാരും സ്ത്രീകളും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നല്ലോ എന്ന വേദന, ഒരു തിരിച്ചറിവ് ഓരോ പുരുഷനും ഓരോ മലയാളിക്കും ഓരോ കേരളീയനും നൽകണം. എന്നാൽ അതോടൊപ്പം എല്ലാവരും മോശക്കാരാണ് എന്ന തെറ്റിദ്ധാരണ പരത്തും. ജസ്റ്റിസ് ഹേമ പോലും ഒരു നല്ല ബാലൻസിലാണ് നോക്കിയിട്ടുള്ളത്. ആദ്യ പാരാഗ്രാഫുകളിൽ തന്നെ ലെറ്റ് മി സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ്, ഇത് യൂണിവേഴ്സൽ അല്ല, ഇത് അനുഭവിക്കാത്ത ആൾക്കാരും ഉണ്ടെന്ന് കൂടി ജസ്റ്റിസ് ഹേമ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബാലൻസിൽ, ആ സന്തുലനത്തിൽ നമ്മൾ ഈ വിഷയം എടുക്കണം. കാരണം ഇല്ലെങ്കിൽ അത് സിനിമ ഇൻഡസ്ട്രിയെ നെഗറ്റീവായി ബാധിക്കും. അല്ല, ഇതിനിപ്പോൾ രാഹുൽ ഈശ്വർ, ഈ മേഖലയിൽ ഒരു സ്ത്രീക്കെങ്കിലും ഇത്തരത്തിലേക്കൊരു പീഡനം നേരിടേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്ത്രീയുടെ മാത്രം കാര്യമല്ല, ഈ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ് എന്നതാണ് നമ്മൾ ഇതിലൂടെ അറിയുന്നത്. ഇതിൽ ഞെട്ടൽ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ മാറ്റിവെക്കാം, അതൊക്കെ നമുക്ക് സ്വാഭാവികമായി. കമ്മിറ്റി പോലും പറയുന്നുണ്ട്, ഞെട്ടലോടെയാണ് താൻ പല കാര്യങ്ങളും കേട്ടത്. താങ്കൾ പറഞ്ഞതുപോലെ വേദനയോടെ വീണ്ടും വീണ്ടും ഇത് കേൾക്കേണ്ടി വരുന്നു എന്ന് കമ്മിറ്റി തന്നെ പറയുകയാണ്. പക്ഷേ ഇതിൽ നമ്മൾ പ്രമുഖർ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഈ പേര് നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല, അവിടെ പ്രിവസി എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രമുഖരായ നടന്മാരുടെ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇതിനെ നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഒരു കഴിവുള്ളൊരു നടിക്ക് ഇതിൽ കഴിവ് മാത്രമല്ല വേണ്ടത് എന്നുള്ളതല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ചുരുക്കി കാണുന്നത് എങ്ങനെയാണ്? ഇത് എല്ലാവരും അങ്ങനെയല്ല, സാമാന്യവത്കരിക്കരുത് എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് രാഹുൽ ഈശ്വർ? അല്ല, ചുരുക്കി കാണുകയല്ല, ഞാൻ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. എനിക്ക് പാർവതിയുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജിയോട് യോജിപ്പില്ല. പക്ഷെ പാർവതിയെ പോലെ വലിയൊരു കലാകാരൻ, മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ 10 അഭിനേത്രിമാരെ എടുത്താൽ സംശയമില്ല പാർവതി തിരുവോത്തുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി, ഏറ്റവും മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ്, മറ്റൊരു കോമ്പറ്റീഷൻ പോലും ഇല്ല. ഇവർക്കടക്കം പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാവുന്ന റിയാലിറ്റിയാണ്. അപ്പോ ബോൾഡ് നിലപാടെടുക്കുന്നവരെ അവോയ്ഡ് ചെയ്യുന്നത് തീർച്ചയായും തെറ്റാണ്. അല്ലെങ്കിൽ പക്ഷേ സിനിമാ മേഖലയിലുള്ള ഇന്റർവെൻഷന്റെ പോസിബിലിറ്റി കുറവാണ്. ഏതോ ഒന്നോ രണ്ടോ ആൾക്കാരുടെ അഭിപ്രായത്തിൽ നിന്നാണ് ഈ 15 പേരുടെ ക്ലിക്ക് കൊണ്ട്, അല്ലെങ്കിൽ 15 പേരുടെ ഇതുണ്ടെന്നാണ് എന്റെ പരിമിതമായ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് മനസ്സിലാകുന്നത്. എല്ലാ മേഖലയിലും പവർ ഗ്രൂപ്പ്സ് കാണും, ബന്ധങ്ങൾ കാണും. ഹോളിവുഡിൽ എടുത്താൽ ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും അക്ഷയ് കുമാറും എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അത് വേറൊരാളുടെ തൊഴിൽ ചെയ്യാനുള്ള അവസരത്തെ നിഷേധിക്കുന്നതാകരുത്, വേറൊരാളുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കുന്നതാകരുത്. ഈ റിപ്പോർട്ട്, മാധ്യമ ശ്രദ്ധ, നിങ്ങളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ഉയർത്തുമ്പോൾ ഈ പവർ ഗ്രൂപ്പ്സ് കുറച്ചുകൂടെ ഡിസോൾവ് ആകുകയോ ഡയലൂട്ടഡ് ആകുകയോ ചെയ്യും. അതുകൊണ്ട് ഈ ചർച്ചകൾ വളരെ പോസിറ്റീവാണ്, നല്ലതാണ്. എന്നാൽ സിനിമ ഇൻഡസ്ട്രി ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ്. നമ്മൾ സത്യസന്ധമായ ഈ കാര്യത്തിൽ, ഇത് സോഷ്യലിസ്റ്റ് മേഖലയല്ല. ഇതൊരു ക്യാപിറ്റൽ ഇന്റൻസീവായ, മുതൽ മുടക്കുള്ള, മൂലധനം കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഇന്റൻസീവായ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിൻ്റെതായ ചില പോരായ്മകളും പ്രശ്നങ്ങളും പ്രത്യേകതകളും എപ്പോഴും ആ ഇൻഡസ്ട്രിക്ക് കാണുമെന്ന തിരിച്ചറിവ് കൂടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. കാര്യം ഇത് ഓരോരുത്തരുടെ അവരുടെ അഭിപ്രായങ്ങളും ബ്രാൻഡ് വാല്യൂ ഇതെല്ലാം ബന്ധപ്പെടുത്തുന്ന ഒരു വിഷയം കൂടിയാണ്. എന്നാൽ തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുകയും കുറെ കൂടെ മെച്ചമാകുകയും വേണം. അതുകൊണ്ടാണ് ഗവൺമെന്റ് പോലും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് കോഷ്യസ് ആയിട്ടാണ് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് ഇത് പോസിറ്റീവായ ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ. അങ്ങനെയുള്ളൊരു പിച്ച്, അങ്ങനെയുള്ളൊരു ഫീൽ, അങ്ങനെയുള്ളൊരു നിലപാടും നയവും സമീപനവുമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ പ്രമുഖ താരങ്ങൾ ആരും ഇതിൽ ഇൻവോൾവ് അല്ല, നേരിടല്ല. പക്ഷെ ചില ആൾക്കാർ, എല്ലാ മേഖലയിലും മോശക്കാർ ഉള്ളത് പോലെ ഈ മേഖലയിലും കാണും.
അത് ഉന്നത സ്ഥാനത്തുള്ളവർ വേട്ടക്കാർ, ഇതിലുള്ള വാക്കുകളാണ് രാഹുൽ ഈശ്വർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പേരുകൾ പുറത്തുവിടാൻ, അതെ, അതാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ നിയമവും സ്വകാര്യതയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പേരുകൾ പുറത്തുവിടാൻ കഴിയില്ല. അപ്പോഴും ഈ ഉന്നത സ്ഥാനത്തുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രമുഖ നടന്മാരൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാമെന്നല്ലാതെ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നത് കൃത്യമായി തന്നെ വരികയാണ്. ഇതിൽ സംവിധായകരുണ്ട്. എന്തിനാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ വരെ പലപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിന് സ്ത്രീകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകൾ താങ്കളിപ്പോൾ അത് വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു: അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും. ഇതെന്താണ്? ഇതൊരു തൊഴിൽ മേഖലയല്ലേ രാഹുൽ ഈശ്വർ? നമ്മൾ സ്ത്രീകൾ കഴിവുണ്ട്, അവർക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യൂ. എന്തിനാണ് ഈ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും? ശരീരം പങ്കിടണമെന്നാണ് ആദ്യം തന്നെ. ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വരുമ്പോൾ ശരീരം പങ്കിടണം, ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയാണ്. ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞങ്ങൾ വേറെ ആളുകളെ വെക്കും. ഇനി അത് തുറന്നു പറയാൻ പോയാൽ അവർക്ക് നേരിടുന്നത് വലിയ പീഡനം. ഈ തരത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വരുന്നത് രാഹുൽ ഈശ്വർ? അല്ല, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. എല്ലാ മേഖലയിലും ഇത് കാണും, പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിൽ അത് കൂടുതലാണ്. കാര്യം ഗ്ലാമർ ഉള്ള, ഇപ്പം മാഡം തന്നെ ശ്രദ്ധിച്ചു കാണും, ഒന്ന് രണ്ട് വേറെ വരികളുണ്ട്. ഇറുകിയ വസ്ത്രങ്ങൾ ഇടാൻ നിർബന്ധിക്കുന്നു, കുറച്ച് വസ്ത്രം മാത്രം ധരിച്ചു വന്നാൽ അവർക്കാണ് കൂടുതൽ അവസരം തരുന്നത്. അപ്പൊ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ ഗ്ലാമർ ഉള്ള, അട്രാക്ഷൻ അറ്റൻഷൻ ഉള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് സെക്ഷൽ ഫേവേഴ്സ് എന്ന് പൊതുവെ പറയുന്ന, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ലൈംഗിക താല്പര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടാകും. തീർച്ചയായും ബാക്കി ഏതൊരു മേഖലയെ പോലെ ഒരു തൊഴിൽ മേഖലയാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം കഴിവാണ്, അവരുടെ പ്രതിഭയാണ്, അവരുടെ നല്ല പെരുമാറ്റമാണ്, അവർക്ക് ആ മേഖലയിലുള്ള പ്രാഗൽഭ്യമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചിലപ്പോഴെങ്കിലും അങ്ങനെ സംഭവിക്കാറില്ല എന്നത് എത്ര കണ്ണടച്ചാലും നമുക്ക് ഇരുട്ടാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പലപ്പോഴും അങ്ങനെ ഫേവേഴ്സ് ചോദിക്കുക, ആ സമയത്ത് ഫോൺ വിളിക്കുക, ഇതിൽ മുട്ടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില ഹോട്ടലുകളിൽ ഇറക്കുമെന്ന് മുട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സഹോദരിമാരും പ്രത്യേക ശ്രദ്ധയെടുക്കണം. ഈ മേഖലയിൽ ഒരുപാട് പ്രശ്നക്കാരുണ്ട്, ഒരുപാട് സെക്ഷൽ പ്രെഡേറ്റേഴ്സ് എന്ന് പൊതുവെ ഫെമിനിസ്റ്റുകൾ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സെക്ഷൽ പ്രെഡേറ്റേഴ്സ് ഉള്ള മേഖലയാണ്. അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കഴിയുന്നത്ര വീട്ടുകാരെയും കൂടെ കൂട്ടിപ്പോണം. അതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീട്ടുകാരെ കൊണ്ടുപോകാതെ പലപ്പോഴും പോകാൻ കഴിയില്ല. പലപ്പോഴും അസമയത്ത് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലും രാത്രി കാലങ്ങളിലോ ഈവനിങ്ങിലോ എക്സ്പ്ലോയിറ്റേഷന് കൂടുതൽ പോസിബിലിറ്റി ഉള്ള സമയങ്ങളിൽ നമ്മുടെ സഹോദരിമാർ കൂടുതൽ ഗാർഡഡ് ആയിരിക്കണം. ഞാനിത് പറയുന്നത് ഞാനൊരു പുരുഷ മേധാവിയോ പിന്തിരിപ്പിനോ ആയതുകൊണ്ടല്ല. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. പലപ്പോഴും സമൂഹത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. ഇതിലെ ഒന്ന് രണ്ട് വളരെ പോസിറ്റീവ് സജഷൻസ് ഉണ്ട്, അത് ഹൈലൈറ്റ് ചെയ്യുകയും വേണം. ഒരു കാരണവശാലും മദ്യം സെറ്റിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരു കാരണവശാലും മയക്കുമരുന്നുകൾ സെറ്റിൽ കൊണ്ടുവരാൻ പാടില്ല. ഇതൊക്കെ അബ്സല്യൂട്ട്ലി നിരോധിക്കേണ്ട, നിയമം മൂലം തന്നെ നമുക്ക് നിരോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം വളരെ പോസിറ്റീവ് സജഷൻസ് അതിനകത്തുണ്ട്. അതിന് നിയമനിർമ്മാണം കൊണ്ടുവരണം. അത്തരം അവരുടെ ആൽക്കഹോളിസം അടക്കമുള്ള കാര്യങ്ങൾ മാറണം. പലപ്പോഴും ഈ രീതിയിൽ പോസിറ്റീവായ കോൺക്രീറ്റ് ആയ സജഷൻസും സൊല്യൂഷൻസും വേണം. ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഇത് സൊല്യൂഷൻ സെൻട്രിക് ആയിരിക്കണം. ഇത് പഴയകാല കഥകളെ കുറിച്ചുള്ള ചികയലല്ല, പോസ്റ്റ്മോർട്ടം. അല്ല, പഴയകാല കഥ എന്ന് പറയാൻ കഴിയില്ല. പഴയകാല കഥയല്ല, ഇതിങ്ങനെ ആവർത്തിച്ചു പോവുകയാണ് രാഹുൽ ഈശ്വർ. നമ്മൾ പഴയകാല കഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊരു പഴയകാല കഥയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇനിയെങ്കിലും. അങ്ങനെ തന്നെ വേണം. അതിന് മാധ്യമ ജാഗ്രത ഇമ്പോർട്ടന്റ് ആണ്. മീഡിയക്കാർ ഈ വിഷയം റേസ് ചെയ്യുമ്പോഴാണല്ലോ നാട്ടുകാർ അറിയുന്നത്. മീഡിയക്കാർ അറിയുന്ന പേടിയാണ് പല സിനിമാക്കാരെയും നയിക്കുന്നത്. കാര്യം അവരുടെ ബ്രാൻഡ് വാല്യൂ, അവരുടെ സോഷ്യൽ മീഡിയ, അവരുടെ ഡിജിറ്റൽ പ്രസൻസ് ഹിറ്റാവും. അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു ജാഗ്രത ഉയർത്തുന്നത് ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എല്ലാ സെറ്റിലും ഒരു ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി പോലുള്ള കാര്യങ്ങൾ രൂപീകരിക്കുക. അപ്പൊ ഒരു ഗാർഡ് ഉണ്ടാകും, ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മേഖലയിലുള്ള ചില ചൂഷണങ്ങളെ ഇതെല്ലാം ഈ WCC ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് കോടതിയിലേക്കൊക്കെ പോയിട്ടുള്ളതാണ്. പിന്നീട് ഈ അത് നിർബന്ധമാക്കിക്കൊണ്ട് ICC എല്ലാ സിനിമാ സെറ്റുകളിലും ലൊക്കേഷനുകളിലും നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നെങ്കിലും അതും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് പാലിക്കപ്പെടാതെ പോകുന്നത്? ഇത്തരം കോടതിയുടെ നിർദ്ദേശം വന്നാൽ അതുപോലും പാലിക്കാതെ ഞങ്ങളിവിടെ സർവാധികാരികളായി വാഴുന്നു എന്ന തരത്തിലേക്ക് ഒരു പവർ ഗ്രൂപ്പ് ഇതിൻ്റെ മുഴുവൻ ആധിപത്യവും കൈയാളുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു പുതു നടിയെ അല്ലെങ്കിൽ കഴിവുള്ള ഒരാളെ അങ്ങോട്ടേക്ക് അയക്കാൻ ആരാണ് ഇനി വിശ്വസിച്ച് അയക്കാൻ തയ്യാറാവുക രാഹുൽ ഈശ്വർ? അവിടെ സത്യസന്ധമായ കാര്യം പറയാം. ഞാനൊരു പുരുഷവാദിയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ സമൂഹത്തിൽ കുറെ പാട്രിയാർക്കൽ, ഒരു പുരുഷ കേന്ദ്രീകൃത, പുരുഷാധിപത്യത്തിന്റെ എലിമെന്റ്സ് ഉണ്ട്.
ഈ റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം. കുറെ കാലം കഴിഞ്ഞ് പക്ഷെ മാറുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അടക്കം സഹോദരിമാരും നമ്മൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളും ഒക്കെ സിനിമാ മേഖലയിലുണ്ട്. ഞാൻ അവർക്ക് ഈ രാഹുലിലേക്ക് ദോഷം വരാം, വരുന്നത് ദുര്യോഗം രാഹുലിലേക്ക് വരുന്നത്. വരാം. ദയവേത് തുടരുക. നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീമതി കുക്കു പരമേശ്വരുണ്ട്. ശ്രീമതി കുക്കു, ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതിന്റെ വിവരങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. താങ്കൾ അത് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യ പ്രതികരണം എങ്ങനെയാണ്? ഞാനത് റിപ്പോർട്ട് വരും എന്നറിഞ്ഞു വന്നു. ഞാൻ പുറത്താണുള്ളത്. ഞാനത് വായിക്കാനോ അത് കാണാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് വരും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് എന്തായാലും പുറത്ത് വരേണ്ടതാണ്. ഇതൊരു കമ്മിറ്റി സ്റ്റഡി ചെയ്തുള്ള റിപ്പോർട്ടാണ്. അവർ ആധികാരികമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് വന്നതാണ്. ഇതെല്ലാം സത്യമാണ്. അതുപോലെ ഈ തൊഴിലിടങ്ങൾ, സ്ത്രീകൾക്ക് ഒരു തൊഴിലിടവും സേഫ് അല്ല. അത് സിനിമ മാത്രമല്ല, ഈവൻ മീഡിയ ഹൗസസ് പോലും സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയല്ല. തൊഴിലിടങ്ങൾ എല്ലാം സേഫ് ആകണം. അത് ഞങ്ങളുടെ അവകാശമാണ്, സ്ത്രീകളുടെ അവകാശമാണ്. ഇനിയിപ്പോ ഇത് വന്ന സ്ഥിതിക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതൊക്കെയാണല്ലോ ഇതിനകത്ത് എന്ന് പറയുകയല്ലേ. ഇനി എന്ത്, നാളെ എങ്ങനെ മാറ്റാം, നാളെ ഇങ്ങനെ അല്ലാതെ എങ്ങനെ ആക്കാം, അതാണ് ചർച്ച ചെയ്യേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇതൊക്കെയാണ് നടന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിനെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ് എന്ന് നാളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങേണ്ടതിന് പകരം ഇന്നലെ മുഴുവൻ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, മാറ്റവുമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു സെന്റൻസ് ഞാൻ കേട്ടു, സ്ത്രീകളെ എങ്ങനെ ഞങ്ങൾ അയക്കും? നിങ്ങൾ ആരും സ്ത്രീകളെ അയക്കുകയല്ല, സ്ത്രീകൾ സ്വയം ചൂസ് ചെയ്താണ് വരേണ്ടത്. അത് അവരുടെ അവകാശമാണ്. സ്ത്രീകളെ ആരും അയക്കേണ്ട, പെർമിഷനും കൊടുക്കണ്ട. അല്ല, അങ്ങനെയല്ല. ഈ സ്ത്രീകളെ അയക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ചെറിയ പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്ന, ശ്രീമതി കുക്കു, ഈ മേഖലയിലേക്ക് ഏത് തരത്തിലേക്കാണ് നമുക്ക് വിശ്വസിച്ച് വരാൻ കഴിയുക? എങ്ങനെയായിരുന്നു ഈ എങ്ങനെ സ്ത്രീകളെ വിശ്വസിച്ച് അയക്കുവോ അയക്കാതിരിക്കോ? സ്ത്രീകൾ ധൈര്യത്തോടെ തിരിച്ചു വരണമെങ്കിൽ സിനിമ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റ്, കേരളത്തിലെ സർക്കാർ അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഇത് പുറത്ത് പറയാനും ചർച്ച ചെയ്യാനും ധൈര്യം പാടുള്ളൂ. ഇത് എല്ലാ സിനിമാ മേഖലയിലും ഉണ്ട്. ഇന്റർനാഷണലി എടുത്താലും ഉണ്ട്. ഇവിടെ മാത്രമേ ഇത് ചർച്ചയാവുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഉത്ബുദ്ധരായ ജനങ്ങൾ ഉള്ളതുകൊണ്ടും അത് തിരിച്ച് പറയേണ്ട സമയം അതിക്രമിച്ചിരുന്നു, പറഞ്ഞു. ഇനി എന്താന്നുള്ളതല്ലേ അതിൽ ഏറ്റവും അടുപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ വരുത്തേണ്ടത്? അപ്പൊ സർക്കാർ ഒരു സിനിമ പോളിസി കൊണ്ടുവരുന്നുണ്ട്. ആ പോളിസിയിൽ ഇത് എങ്ങനെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, അതിനെ എല്ലാവരും കൂടി ചേർന്നാണ് അതിന് തീരുമാനം എടുക്കേണ്ടത്. സിനിമ ജനകീയ കലയാണ്. ജനങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. ആ സിനിമ നിലനിർത്തണം. സിനിമ ഇൻഡസ്ട്രി ഇല്ലാതാവുകയല്ല വേണ്ടത്. അവിടെ സ്ത്രീകൾ വേണം, പുരുഷന്മാർ വേണം, എല്ലാ ജെൻഡേഴ്സും വേണം. എങ്ങനെ ഇവരെല്ലാം ചേർത്ത് നിർത്തി വർക്ക് ചെയ്യാൻ പറ്റും? അല്ല, അതിന് ഈ സിനിമാ സംഘടനകൾക്കൊക്കെ വലിയ റോള് വഹിക്കാൻ കഴിയില്ലേ ശ്രീമതി കുക്കു പരമേശ്വരൻ? അപ്പൊ നിങ്ങൾ സംഘടനകളോടാണ് ഇത് സംസാരിക്കേണ്ടത്. ഞാനൊരു സംഘടനയിലെ ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ എന്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ പറയുന്നത്. അതെ, താങ്കൾ ഒരു മെമ്പർ എന്നുള്ള നിലയിലാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. ഈ അമ്മ പോലെയൊക്കെയുള്ള സംഘടനകൾക്കൊക്കെ ഇതിൽ വളരെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ കഴിയേണ്ടതല്ലേ? അവരും മാറി ചിന്തിക്കണം. അവരും ഇതിനോട് ചേർന്ന് നിന്ന് ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. എല്ലാവരും ചേർന്ന് തന്നെ നിന്നാലേ സിനിമ നിൽക്കൂ. സിനിമ ജനകീയമായതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ WCC എന്നൊരു സംഘടനയൊക്കെ അവർക്ക് രൂപീകരിക്കേണ്ടി വന്നത്? ശ്രീമതി കുക്കു പരമേശ്വരൻ, നമ്മൾ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുമാറി ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അല്ല, സംഘടനകൾ കേരളത്തിന് പുതുമയൊന്നുമല്ല. സംഘടനകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരണം. ചിന്തകൾ മാറുമ്പോൾ സംഘടന ഉണ്ടാവും. അതൊരു തെറ്റൊന്നുമല്ല. WCC ഉണ്ടായത് അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാവേണ്ട സംഘടനയാണ്, അതുകൊണ്ടുണ്ടായി. അത് നല്ല കാര്യമല്ലേ അവർ ചെയ്തത്? അതെ, നല്ല കാര്യമാണ്. പക്ഷെ അതിലേക്ക് ഇത്രയും അധികം ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഇടമായി ഇത് മാറുന്നല്ലോ എന്നുള്ള വിഷമത്തോടെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ലെവലിലേക്ക് മാറിപ്പോയിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഇപ്പൊ വന്നതിലല്ലേ നമ്മൾ സന്തോഷം. ഇപ്പോഴെങ്കിലും വന്നില്ലേ? വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും ഇങ്ങനൊരു കാര്യം പുറത്തേക്ക് വന്നില്ലേ? അപ്പോഴും അത് പുറത്തേക്ക് വരാതിരിക്കാൻ ഇതിനിടയിൽ ഉണ്ടായ ഇടപെടലുകളൊക്കെ താങ്കൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ആരാണ് അതിന് പിന്നിൽ എന്നൊക്കെയുള്ളതിന്റെ സംശയങ്ങളെല്ലാം നമ്മളൊക്കെ ഉയർത്തിയതുമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോഴും പറയുന്ന സിനിമയിലെ പ്രശ്നങ്ങൾ മാത്രം, ഇത് തൊഴിലിടങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് സിനിമയിലെ കാര്യം വന്നപ്പോൾ മാത്രം ഇത്രയും എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ ഇതിനെ സെൻസേഷണലൈസ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു സെൻസേഷണലിസവും ഇല്ല ശ്രീമതി കുക്കു പരമേശ്വരൻ. ഒരു കമ്മിറ്റി, സർക്കാർ നിയോഗിച്ച കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ ആധികാരികമായി നമ്മൾ പുറത്തുവിടുകയാണ്. ഇവിടെ സെൻസേഷണലിസം എന്നൊരു വാക്ക് താങ്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. അങ്ങനെ ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ ഇത്തരത്തിലേക്ക് നടക്കുന്നുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച്. നമ്മളൊക്കെ
അഭിമാനത്തോടെ പറയുന്നതാണ് നമ്മളുടെ നടന്മാരെ കുറിച്ച്, നമ്മളുടെ താരങ്ങളെ കുറിച്ച്, നമ്മളുടെ സംവിധായകരെ കുറിച്ച്, നമ്മുടെ സിനിമാ മേഖലയെ കുറിച്ചൊക്കെ നമ്മൾ അഭിമാനത്തോടെ കരുതുന്നതാണ്. അവിടെ ഇതാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അതിനൊരു പരിഹാരം വേണം. അതിന് നിങ്ങളുടേതൊക്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ചെയ്യാനുണ്ട് ഒരുപാട്. ശ്രീമതി കുക്കു പരമേശ്വരൻ, ഓക്കെ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാനാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അല്ലല്ല, താങ്കൾ സംസാരിക്കൂ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ എന്നെ ഇതല്ല പഠിപ്പിക്കേണ്ടത്. ഇത് ഞാൻ വിശ്വസിക്കുകയും ഇതിനു വേണ്ടി ആക്റ്റീവായിട്ട് ചെയ്യേണ്ടടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് പത്രങ്ങളിലും ടി വിയിലും വന്ന് പറയുകയല്ല. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ടി വിക്കാർക്ക്, മീഡിയയ്ക്ക്, ടി വി എന്നല്ല മീഡിയയ്ക്ക്, അതിനോട് ചേർന്ന് നിൽക്കുന്നവർ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം പുറത്തു വന്നു, അതില് ഒരു കമ്മിറ്റി പഠിച്ചെടുത്തതാണ്, അതിന് ആധികാരികതയുണ്ട്, അത് സത്യമായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കാനാണ് ഇപ്പൊ സർക്കാർ തുടങ്ങുന്നത്. അതാണ് മീഡിയ പോളിസി, സിനിമ പോളിസി. ആ പോളിസിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇത് മനസ്സിലാക്കിയായിരിക്കും അടുത്ത സിനിമ പോളിസി ഉണ്ടാവുക. അപ്പൊ എല്ലാ സംഘടനകളും അതിന്റെ ഭാഗമായിരിക്കും. അതിൽ WCC വരും, അമ്മ വരും, ഫെസ്ക വരും, മാക്ട വരും, എല്ലാവരും. അത് സ്ത്രീകൾ, നമ്മൾ സിനിമയിലെ തൊഴിലിടങ്ങളിലെ സേഫ്റ്റി കൊണ്ടുവന്നേ ഒക്കുള്ളത്. ആവശ്യമാണ്, അവകാശമാണ്. അതിനു വേണ്ടി തന്നെയാണ് ഇനി നാളെ മുതൽ പ്രവർത്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് മറക്കാൻ പറ്റില്ല കൽക്കട്ട ഹോസ്പിറ്റലിൽ നടന്നത്. അതും തൊഴിലിടമല്ലേ? സിനിമയ്ക്ക് മാത്രമല്ല ഇതൊന്നും. സ്ത്രീകൾക്ക് എവിടെയും വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്, ആഗ്രഹമുണ്ട്, ഇച്ഛാശക്തിയുമുണ്ട്. അതിന് സ്പേസ് വേണം. അത് ഞങ്ങളുടെ അവകാശമാണ്. അതിലേക്ക് മാറണം ചിന്തകൾ. സിനിമ അതിൻ്റെ ഒരു ഗ്ലാമർ കൊണ്ട് മാത്രം സിനിമ അട്രാക്റ്റീവ് ആവുന്നതിൽ കാര്യമില്ല. ഞാൻ പറയാം, ഇതിപ്പോ നടിമാരുടെ മാത്രമല്ല, സിനിമയിൽ തൊഴിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കാര്യങ്ങൾ ഇപ്പം എത്ര സ്ത്രീകളെ അവർ ഇന്റർവ്യൂ ചെയ്തു, അത് നിങ്ങൾക്കറിയാമോ? അതിലെ സിനിമയിൽ 100 ആയിരങ്ങളാണ് പണിയെടുക്കുന്നത്. അതിലൊരു 50 60 പേരെ മാത്രമായിരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവുക. സോ ഇതൊക്കെ അതിന്റെ ഭാഗം. അല്ല, ഇതിൽ പ്രമുഖരായ നടിമാരുണ്ട്, കൂടാതെ ജൂനിയർ ആർട്ടിസ്റ്റുമാരുണ്ട്, നർത്തകരുണ്ട്. അതിൽ ചില നർത്തകരൊന്നും മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ 2 ഭാഗവും ഉണ്ട്. ഞാനൊരാളെ അക്യൂസ് ചെയ്യുമ്പം മറ്റേ സൈഡിൽ അറ്റ്ലീസ്റ്റ് അവരവിടെ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കാനുള്ളതും അതുമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അതിന്റെ ഒരു അധികാരവും ഉണ്ടായിരുന്നു. തെളിവുകൾ അടക്കമാണ് കുക്കു ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. കമ്മിറ്റിക്ക് തെളിവുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ യു നീഡ് ടു ടെസ്റ്റ് ബോത്ത് സൈഡ്. ഇത് നടന്നിട്ടുള്ളതായിരിക്കും ഉറപ്പായിട്ടും. സിനിമയിൽ ഇത് നടക്കുന്നുണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മൾ കൂട്ടായ ചർച്ചയിലൂടെ അത് മാറ്റിയെടുത്തേ ഒക്കുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ആ തരത്തിലേക്ക് ചർച്ചകളിലേക്ക് സംഘടനകൾ മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് കരുതാം. അതാണ് നമ്മളുടെ പ്രതീക്ഷയും. നന്ദി കുക്കു പരമേശ്വരൻ പ്രതികരിച്ചതിന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. 2019 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണ്. ഡിസംബറിൽ സർക്കാരിന് സമർപ്പിച്ചു. ഇപ്പോൾ 4.5 വർഷത്തിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏത് തരത്തിലേക്ക് അടിമുടി സ്ത്രീവിരുദ്ധമാണ് മലയാള സിനിമാ മേഖല, അത് ഏത് തരത്തിലേക്ക് അവിടെ നടിമാരെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്നു, ലഹരി മദ്യമാഫിയ എങ്ങനെ അഴിഞ്ഞാടുന്നു, ഒരു പവർ ഗ്രൂപ്പിന് വിധേയരായി നടിമാർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്, എതിർക്കുന്നവർക്ക് നേരിടേണ്ടുന്നത് എന്താണ്, ഇതെല്ലാം വളരെ വിശദമായി തന്നെയുണ്ട്. അതിൽ ചില പേജുകളിലൊക്കെയുള്ള വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതാണ്. മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് എപ്രകാരമാണ് എന്നതിൻ്റെയൊക്കെ വളരെ വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ്. ഇപ്പോൾ ദീദി ദാമോദരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ദീദി, ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മളുടെ 4.5 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ ആദ്യം അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആ 4.5 വർഷത്തെ കാത്തിരിപ്പിന്റെ അവസാനമാണ് പിന്നെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേ ഓർഡറും അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് സ്റ്റേ ചെയ്യിക്കാനുള്ള നീക്കവും ഇന്നത്തെ അതിനാടകീയമായിട്ടുള്ള രാവിലെ നടന്ന കാര്യങ്ങളും ഒക്കെ. അത് എനിക്ക് തോന്നുന്നത് ഈ കണ്ടന്റിലേക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ കേരളത്തിലെ ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എത്ര ഹൈലി മിസോജനിസ്റ്റിക് ആണ് ഈ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് വെളിപ്പെടുത്താൻ പോകുന്നതായിരുന്നു. കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഗ്രേവ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കെ അതായത് അതിലേക്ക് ആക്സസ് ഉണ്ടായിരുന്ന ആൾക്കാർ എന്തിനാണ് അതിന്റെ മേലെ അടയിരുന്നത്? അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് എത്ര സ്ത്രീവിരുദ്ധവും ഒട്ടും വുമൺ ഫ്രണ്ട്ലി അല്ലാത്തതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന്. ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടും മീഡിയ വിജിലന്റ് ആയിരുന്നു. മറ്റേ റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ജഡ്ജിമാര് നീതിബോധത്തോടു കൂടി പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഈ എല്ലാ സിസ്റ്റവും കൂടെ നിന്നിട്ട് പോലും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്ത്രീകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരാൻ നമ്മൾ പെടാപ്പാട് വിട്ടു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട
വിചാരിക്കേണ്ടത് ഒന്നുമില്ലാതെ, ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും നേരിട്ടാൽ അവൾക്ക് എങ്ങനെയാണ് അതിനെ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? എന്ത് സിസ്റ്റമാണ് അവളെ സപ്പോർട്ട് ചെയ്യുക? അപ്പൊ അത്രയും ദയനീയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചില പ്രതികരണങ്ങളൊക്കെ ആരാഞ്ഞപ്പോൾ നമ്മളോട് ചിലരൊക്കെ പറഞ്ഞത് ഇതിങ്ങനെയൊക്കെയാണ്, ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാതെ ഇതിനെങ്ങനെ പരിഹാരം കാണാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെൻസേഷണലൈസ് ചെയ്യുകയല്ല വേണ്ടത്. ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ചിലരുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ഇന്നലെ വരെ ആണോ ഇത്, ഇന്നിനി തുടരില്ല എന്നൊക്കെയുള്ളത് നമുക്കറിയില്ല നാളെ എന്താകുമെന്ന്. അങ്ങനെ ആകാതിരിക്കാനാണല്ലോ നമ്മളുടെ എഫേർട്ട് മുഴുവൻ. പക്ഷേ ഇന്നലെ വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറയരുത് എന്ന് പറയുന്നതിൽ ന്യായം എന്താണ് ദീദി? ഇന്നലെ വരെ എന്നുള്ളതല്ല ഇതിന്റെ ഒരു പ്രശ്നം. ഈ കമ്മിറ്റി വെച്ചതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് 6 പോയിന്റ് ഉണ്ട്. നമ്മൾ ഒറ്റൊരു പോയിന്റിന്റെ ഒരു വശം മാത്രം, സെക്യൂരിറ്റി സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ എന്ന് പറയുന്നതിൽ ഇക്കിളിപ്പെടുത്തുന്ന എന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മുമ്പിൽ ആ ഇക്കിളിപ്പെടുത്തൽ ആർക്കാണ് ഇക്കിളി ഉണ്ടാക്കുന്നത് എന്നുള്ളത് അധികാരത്തിൽ ഇരിക്കുന്നവർ അറിയണം. അതിന്റെ പേരിൽ ആത്മഹത്യകൾ നടക്കുകയും അതിന്റെ പേരിൽ മനോരോഗികളാവുകയും ഏറ്റവും പാഷനറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കരിയറിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അത് അത്ര ഇക്കിളിയൊന്നും അല്ല എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിന്റെ തലപ്പത്തെങ്കിൽ നമുക്കിതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലും നമ്മൾ പേടിക്കണം. അതൊന്നും അത്ര സാറ്റിസ്ഫാക്ടറി ഒന്നും ആവണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പരാതികളൊക്കെ മ്യൂട്ട് ചെയ്ത് കളയാം എല്ലാ കാലത്തേക്കും എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനെയല്ല, അത് ഓഡിബിൾ ആണ് എന്ന് ഇപ്പോൾ ഇത് വെളിച്ചത്ത് വന്നപ്പം പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിലെ റെക്കമെൻഡേഷൻസ് നാളെ മുതൽ നടപ്പാക്കുകയും ഇത് മുഴുവൻ ഒറ്റയടിക്ക് ശരിയാവുകയും ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പിന്നെ പാസ്റ്റ് പറയണ്ട എന്ന് പറയുന്നതിനേക്കാളും പ്രധാനം നേരത്തെ പറഞ്ഞ ടേംസ് ഓഫ് റെഫറൻസിൽ ഇതെല്ലാം ഭയങ്കര കണക്റ്റഡ് ആണ്. ആ ടേംസ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിതമാണ്. ഇപ്പം കണ്ടന്റ് എന്തുകൊണ്ടാണ് സ്ത്രീവിരുദ്ധമാവുന്നത്? അതെന്താണ് സെൻസർ ചെയ്യപ്പെടാത്തത്? സ്ത്രീകളെ അപഹസിക്കുന്ന ഇപ്പൊ ഏറ്റവും അവസാനം വന്നൊരു സിനിമയിൽ പോലും നമ്മൾ കണ്ടു, പൊതുപ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾ എന്താണ് എന്ന് വീണ്ടും വീണ്ടും ഒരു സിനിമ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ കണ്ടന്റ് ഇങ്ങനെ ആവാനുള്ള കാരണം തന്നെ അതിന്റെ എൻവയൺമെന്റ് അത്ര ഹൈലി മിസോജിനിസ്റ്റിക് ആയതുകൊണ്ടാണ്. അത് സ്ത്രീവിരുദ്ധവും ഭയങ്കര പാട്രിയാക്കലും ആയതുകൊണ്ടാണ്. അതൊക്കെ ഇതിൽ കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് കണ്ടന്റ് സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആവാത്തത് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങളും ഇത് പഠനത്തിന്റെ വിഷയമായിട്ടുണ്ട്. ഞാൻ അതിന്റെ പാതിയൊന്നും എത്തിയിട്ടില്ല, പാതി ആവുന്നേ ഉള്ളൂ വായിച്ചിട്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ആ കമ്മിറ്റി പഠിച്ചത്, അവർ മനസ്സിലാക്കിയത്, എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അതിനെ പറ്റിയിട്ട് ശരിക്കും സീരിയസ് ആയിട്ട് ഇടപെടാൻ. അതെ, ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തത് നാളെ എന്ത് എന്നുള്ളതിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എപ്പോഴത്തെയും ആഗ്രഹം. ഒരു ഒളിച്ചുകളിയും ഇല്ല എന്ന് മന്ത്രി നേരത്തെയൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് വച്ച് താമസിപ്പിച്ചു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിയിൽ ഇനി നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇതിൽ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതൊരു ട്രൈബ്യൂണലിനെ കുറിച്ചൊക്കെയാണ്. മന്ത്രി ഒരു സിനിമ കോൺക്ലേവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരം ഏത് നിലയ്ക്കുണ്ടാകും, ഏത് നിലയ്ക്കുണ്ടാകണം എന്നുള്ളതാണ് ദീദി. നിലവിലുള്ള നിയമം ഉണ്ടല്ലോ, അത് നടപ്പാക്കിയാൽ മാത്രം മതി. അത് സിനിമയ്ക്ക് ബാധകമല്ല എന്ന് പറഞ്ഞത് മാത്രമേ തിരുത്തേണ്ടതുള്ളൂ. ഇവിടെ മറ്റേത് വ്യവസായത്തിനും ഏത് തൊഴിൽ സ്ഥലത്തിനും എങ്ങനെയാണോ ഇവിടുത്തെ നിയമം നടപ്പാക്കേണ്ടത്, നമ്മൾ ആ ബാധ്യത ഉണ്ടല്ലോ, നമുക്ക് ആ ബാധ്യത നിറവേറ്റേണ്ടതുണ്ട്. സിനിമയും നിറവേറ്റേണ്ടതുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്. സിനിമയ്ക്ക് മാത്രമായിട്ട് ഒരു എക്സെപ്ഷൻ ഇല്ല എന്ന് മാത്രമേ ഈ കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന മെസ്സേജ്. അത്രേ ഉള്ളൂ. ഫൈറ്റ് ചെയ്തിട്ടുള്ളതും അതിന് തന്നെയാണ്. സിനിമ ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുന്ന, മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല അല്ല. മറ്റെല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം. ഒരു ആളെ ആക്ട് ചെയ്യാനാണ് വിളിച്ചതെങ്കിൽ അവരെ ആക്ട് ചെയ്താൽ മതി. അതല്ലാത്ത മറ്റു കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട് എന്ന് ഹിഡൻ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവർ ജയിലിൽ കിടക്കേണ്ടി വരും. അതാണല്ലോ ഇവിടുത്തെ നിയമം. അത് സിനിമയ്ക്കും ബാധകമാണ്. സിനിമയ്ക്ക് മാത്രം എങ്ങനെയാ അത് ബാധകമല്ലാതിരിക്കുന്നത്? അപ്പൊ ഇത്ര വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും വാസ്തവത്തിൽ ചെയ്യാനില്ല. ചെയ്യാനുള്ളത് മറ്റെല്ലാ തൊഴിൽ മേഖലയും ചെയ്യുന്നത് പോലെ സിനിമയും ചെയ്യുക. അത്രയേ ഉള്ളൂ.
ശരി, ഇതിൽ ഒരൊറ്റ കാര്യം കൂടി ദീദി, ഞാനിതിൽ ഈ റിപ്പോർട്ടിലുള്ള ഒരു കാര്യമാണ്. അത് WCCയിലെ ഒരു അംഗത്തിനെതിരെ, ഒരു സ്ഥാപക അംഗം എന്ന തരത്തിലേക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു അംഗത്തിനെതിരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതിൽ കൂടി താങ്കളുടെ അഭിപ്രായം അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ അംഗത്തിനൊരു സ്വാർത്ഥ താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. സിനിമയിൽ അങ്ങനെ സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്ന തരത്തിലേക്കാണ് അവരുടെ നിലപാട്. ഇവർക്ക് മാത്രമായി സ്ഥിരമായി സിനിമയിൽ അവസരം ലഭിക്കുന്നുണ്ട്, അവർ സിനിമയിലെ പുരുഷന്മാർക്കെതിരെ സംസാരിച്ചിട്ടുമില്ല എന്നൊരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ടല്ലോ. താങ്കൾക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം. ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യില്ല. കാരണം കൃത്യമായിട്ട് പറഞ്ഞത്, ഇത് പുറത്തേക്ക് വിടുമ്പോൾ ഇതിലുള്ള ആരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസോ അതിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമോ പുറത്ത് വരില്ല എന്നൊരു ഉറപ്പിലാണല്ലോ ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിലേക്ക് മൊഴി കൊടുത്ത പലരെ പറ്റിയും നമുക്ക് അറിയുന്നുണ്ടാവും. അത് നമ്മളിപ്പോ അങ്ങനെ ചെയ്യരുതല്ലോ, അങ്ങനെ ഒരു ബാധ്യത നമുക്കില്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ അത് ആരാണെന്നോ അതിനെപ്പറ്റി കമന്റ് ചെയ്യോ അവരിലേക്ക് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ മെൻഷൻ ചെയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനത് ചെയ്യില്ല. ശരി, വളരെ നന്ദി ശ്രീമതി ദീദി ദാമോദരൻ പ്രതികരിച്ചതിന്. ആ തരത്തിലേക്കുള്ള വിവരങ്ങൾ ഇന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്നു. ഇനിയിപ്പോൾ സർക്കാരിന്റെ തുടർ നടപടി എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഒരു സിനിമാ കോൺക്ലേവിനെ കുറിച്ച് മന്ത്രി പറയുന്നുണ്ടായിരുന്നു, അത് ഉടൻ തന്നെ വിളിച്ചു ചേർക്കുമെന്ന്. ഒപ്പം ട്രൈബ്യൂണൽ എന്നുള്ള ശുപാർശയാണ് ഈ റിപ്പോർട്ടിൽ കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുള്ളത്. സർക്കാരിന്റെ തുടർ നടപടി എന്ത് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? അതിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? അനുജ, ഉറപ്പായും സർക്കാരിന്റെ തുടർ നടപടി എന്ത് എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ അപ്പോഴും സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാമായിരുന്നെങ്കിൽ നേരത്തെ ആവാമായിരുന്നു എന്നുള്ള മറ്റൊരു വസ്തുത കൂടി നിൽക്കുന്നുണ്ട്. കാരണം ഇത് പുറത്തുവിട്ടത്, മാധ്യമങ്ങൾ കണ്ടത്, പൊതുജനം അറിഞ്ഞത് ഒക്കെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണെങ്കിലും 4.5 വർഷം മുൻപ് സർക്കാരിന്റെ മേശപ്പുറത്തെത്തിയ റിപ്പോർട്ടാണ്. അതിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ റിപ്പോർട്ട് വായിച്ചതാണ്. ആ നിലയിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാമായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇടപെടൽ നടത്താമായിരുന്നെങ്കിൽ നേരത്തെ ആവാമായിരുന്നു. പക്ഷെ സർക്കാർ അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, പരമാവധി റിപ്പോർട്ട് വെച്ച് വൈകിപ്പിച്ച് ഏറ്റവും ഒടുവിൽ 4.5 വർഷം അങ്ങേയറ്റം കോടതി കയറി അതിന്റെ എല്ലാ നടപടിക്രമങ്ങൾക്കും ശേഷമാണ് സർക്കാർ അത് പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി ആത്മാർത്ഥമായി ഏതെങ്കിലും തരത്തിൽ ഇനി നടപടിയെടുക്കാമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ, അത് പൊതുസമൂഹം കണ്ട പശ്ചാത്തലത്തിൽ ഉറപ്പായും ആ നിലയിൽ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, കരുതാം, ആഗ്രഹിക്കാം. മാത്രമല്ല, ഒരു സിനിമാ കോൺക്ലേവ് എന്നതിനപ്പുറത്തേക്ക് സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ളത് അത് ഏറെക്കാലമായി സർക്കാർ പറയുന്നതാണ്. പക്ഷേ അതിലേക്ക് സർക്കാർ ഇതുവരെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസവും മന്ത്രി പറഞ്ഞത് അടുത്ത മാസത്തോടുകൂടി സിനിമാ നയം രൂപീകരിക്കുമെന്നാണ്. അങ്ങനെ സിനിമാ നയം രൂപീകരിച്ചാൽ നല്ലത്, സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ നല്ലത്. അങ്ങനെ പല വിധത്തിലുള്ള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉറപ്പായും സർക്കാർ എടുക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കേസെടുക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പല സംഘടനകളും അങ്ങനെ പലർക്കുമെതിരെ കേസെടുക്കണമെന്ന നിലയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ നിലയിലേക്ക് സർക്കാർ എങ്ങനെ പോകും എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ കാത്തിരിക്കേണ്ടതാണ്. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്നത്, അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്നതുമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മലയാള സിനിമ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന നന്മ നിറഞ്ഞ നായകന്മാർ, അവരൊക്കെ പലരും ഈ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്ന തരത്തിലുള്ള ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, അങ്ങേയറ്റം മോശമായ പ്രവണതകൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് 233 പേജിലെ പ്രധാന ഭാഗങ്ങളിലൊക്കെ പറയുന്നത്. മാത്രമല്ല, ലഹരിയും ഒപ്പം ലൈംഗികതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ മാറി വർഷങ്ങളായി ആ നിലയിൽ തുടരുന്നു എന്നുള്ളത് പറയുന്നു. അങ്ങനെ പലരെയും ഈ റിപ്പോർട്ടിൽ പല സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങളൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ പല പേരുകളും ഇതിലില്ല. പക്ഷെ അപ്പോഴും സിനിമയിലെ വിഗ്രഹങ്ങൾ, സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ, അല്ലെങ്കിൽ സിനിമയിൽ വലിയ സ്വാധീന ശക്തിയുള്ള ആളുകൾ, അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയിലെ നായകൻ പക്ഷത്തുള്ളവരൊക്കെ ഈ റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ സിനിമയ്ക്ക് പുറത്ത് വില്ലൻ പക്ഷത്താണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, റിപ്പോർട്ടിൽ ഈ മൊഴി കൊടുക്കാൻ പോലും പലരും ഭയന്നു, പലരും പേടിച്ചു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ലോബിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ, ഈ നടന്മാർക്കെതിരെ, ഈ ആർട്ടിസ്റ്റുകൾക്കെതിരെ, ഈ താരങ്ങൾക്കും സംവിധായകർക്കുമെതിരെയൊക്കെ സംസാരിക്കുന്നവർക്കെതിരായ പ്രതികാര നടപടി ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അങ്ങേയറ്റം ലൈംഗിക ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നു. ഏത് തരത്തിലേക്ക് പ്രതികാര നടപടി? പിന്നീട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ 10-17 തവണ ഒരു റിപ്പീറ്റ് ഷോട്ട് എടുപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ പ്രമുഖർ എന്നത് തന്നെ ഉണ്ടതിൽ, അവരുടെ പേരുകളൊക്കെ അടക്കം പറഞ്ഞിരിക്കാം. പക്ഷെ അത് നമ്മൾ പുറത്തുവിടാൻ കഴിയാത്തതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ്. അപ്പോഴും നമ്മൾ എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്ന വലിയ ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഇത്തരം അമ്മ പോലെയുള്ള സംഘടന, ഫെഫ്കെ ഉണ്ട്, മാക്ടെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്
ഈ സംഘടനകൾ ഇതിൽ കാര്യമായി എന്തെങ്കിലും വിചാരിച്ചാൽ മാത്രമല്ലേ ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ? എന്തൊക്കെ നിയമങ്ങൾ ഇവിടെ ഇറക്കിയാലും എന്തൊക്കെ കോടതി പറഞ്ഞാൽ പോലും എന്നെനിക്ക് സംശയമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ICC കാര്യമൊക്കെ ചോദിച്ചതും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇനി അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കേണ്ടത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ അമ്മയ്ക്കടക്കം വളരെ പ്രൊആക്റ്റീവായ ഒരു പുതിയ സാരഥിയുണ്ട്. ശ്രീ സിദ്ദിഖ് അടക്കമുള്ള ആൾക്കാരെ നമുക്ക് എല്ലാം അറിയാം. അദ്ദേഹം വളരെ പ്രൊആക്റ്റീവാണ്. ശ്രീ മോഹൻലാലിന് നേരെ ഒരു യൂട്യൂബർ ഒരു വിഷം വമിക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ചപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ വിടുമായിരുന്നു. ശ്രീ സിദ്ദിഖ് ആക്റ്റീവായി പരാതി കൊടുത്ത് ആ പരാതിയിൽ അദ്ദേഹം അറസ്റ്റിലാകുകയും മറ്റും ചെയ്തു. അപ്പൊ ശ്രീ സിദ്ദിഖ് അടക്കമുള്ളവരുടെ വളരെ നല്ല നേതൃത്വം അമ്മയ്ക്കുണ്ട്. ബാക്കി എല്ലാ സംഘടനകളും ആൾക്കാർ ഈ വിഷയത്തിൽ അവരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾ പറയുന്ന പ്രശ്നത്തിലുള്ള അവരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഇതുവരെയുള്ള ചില കാര്യങ്ങൾ കൂടി താങ്കൾക്കും എനിക്കുമൊക്കെ അറിയാം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് പറയാം. തുറന്നു പറയുന്നുണ്ട്, ആർക്കും വിഷമം തോന്നരുത്. ഇപ്പൊ നമ്മുടെ അഭിനേത്രി ആക്രമിക്കപ്പെട്ട കേസിൽ അമ്മയടക്കമുള്ളവരിലെ വലിയൊരു വിഭാഗം വളരെ ഗാർഡഡ് ആയിട്ടൊരു നിലപാടാണ് എടുത്തത്. ശ്രീ പൃഥ്വിരാജ് അടക്കമുള്ളവർ അങ്ങനെയല്ല, അഭിനേത്രിയുടെ കൂടെ നിൽക്കുന്ന നിലപാടെടുത്തു. അമ്മയടക്കമുള്ളവർ കുറെ കൂടെ ബാലൻസ്ഡ് നിഷ്പക്ഷ നിലപാടാണ് എടുത്തത്. കോടതി ബാലൻസ്ഡ് നിഷ്പക്ഷം എന്നുള്ളതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്താണ് സംഭവിച്ചത്? എത്ര കാലം ആ നടനെ അവിടെ തുടരാൻ അനുവദിച്ചു? അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരു ബാലൻസ്ഡ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ബാലൻസ്ഡ് എന്നുള്ളതിനോട് യോജിക്കാൻ കഴിയില്ല രാഹുൽ ഈശ്വർ. അല്ല, അവിടെയാണ് എന്താ പ്രശ്നം. നടനൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയല്ല, കോടതി ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയെ കുറ്റം അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കാതെ എങ്ങനെയാണ് നടപടി എടുക്കാൻ കഴിയുക? ഇത് ശ്രീ ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിലും വന്നു. നമ്മുടെ മഹാനടനായ ശ്രീ ദിലീപിന്റെ മാത്രമല്ല, ശ്രീ ബിനീഷ് കൊടിയേരി അടക്കമുള്ളവരുടെ കാര്യത്തിൽ ഈ വിഷയം വന്നു. അപ്പം കോടതി ഒരു ആരോപണം വന്നാൽ തന്നെ എങ്ങനെ സമീപിക്കാം? എന്നിട്ട് പോലും ശ്രീ ദിലീപ് അടക്കമുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ ഉള്ള മാന്യതയും മറ്റും കാണിച്ചു. അവിടെയാണ് ഇത് വളരെ ഗ്രേ ഏരിയ ആണ്, നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കണം. രണ്ട്, യൂത്ത് കോൺഗ്രസ് അടക്കം പറയുന്നവരോട് ബഹുമാനത്തോടെ പറയട്ടെ, കേസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമായ ഒരു കാര്യമാണ്. കാര്യം ഒരു 15 വർഷം മുമ്പ് നടന്നതെന്നിരിക്കട്ടെ, 10 വർഷം മുമ്പ് നടന്നതെന്നിരിക്കട്ടെ, ആണെന്നോ അല്ലെന്നോ എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഇത് ഡിഫമേഷൻ കേസിലേക്ക് തിരിച്ചു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും കേസിൽ കേസ് എടുക്കുക എന്നൊക്കെയുള്ള നമുക്ക് വിടാം. അതിന്റെ ആ തരത്തിലേക്കുള്ള സാങ്കേതിക നടപടികളിലൊക്കെ വിട്ടാലും ഇതിങ്ങനെ ഒരു ഇൻഡസ്ട്രി ആണ്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മാറ്റുക എന്നുള്ളത് എത്രത്തോളം എളുപ്പമായി ചെയ്യാൻ കഴിയുന്നതാണ്? അവിടെയാണ് നേരത്തെ മാഡം പറഞ്ഞതുപോലെ സിനിമാ സംഘടനകളുടെ സഹകരണം വേണം. അവർക്ക് അവരുടേതായി തന്നെ ഒരു കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വേണം. രണ്ട്, നമ്മൾ പൊതുസമൂഹം ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്രായോഗികമായിരിക്കണം. നമ്മൾ ഐഡിയലിസ്റ്റിക് ആയി കുറെ തത്വങ്ങൾ പറഞ്ഞ് ഇതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പ്രായോഗികമായ കോൺക്രീറ്റ് മെഷേഴ്സ് വേണം. അവിടെയാണ് ഈ കോൺക്ലേവിന്റെ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാകുന്നത്. ആ കോൺക്ലേവിന്റെ നിർദ്ദേശത്തിൽ സോളിഡ് ആയിട്ട് സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തു നിന്നുള്ളവർ തന്നെ അവരുടേതായ രീതിയിൽ കമ്മിറ്റികൾ ഫോം ചെയ്യുക, അവരുടേതായ ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകുക. നമുക്ക് മുഖ്യധാരാ മാധ്യമങ്ങളെ കുറിച്ച് അറിയാം. മാധ്യമങ്ങൾക്ക് സെൽഫ് ഇമ്പോസ്ഡ് ആയ ഒരു എത്തിക്കൽ കോഡ്, ആ കോഡ് ആണ് പലപ്പോഴും മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇതിന് ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഫേവറിറ്റിസം വരും, രാഷ്ട്രീയ പാർട്ടികളുടെ ഫേവറിറ്റിസം വരും. സിനിമ ഈ രീതിയിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാത്തതാണ്. അവിടെ ക്രിമിനാലിറ്റി പാടില്ല, അവിടെ വൾഗാരിറ്റി പാടില്ല, എത്തിക്കൽ കാര്യങ്ങൾ വേണം. ഇതൊക്കെ എല്ലാവരും എഗ്രി ചെയ്യുന്നതാണ്. ഈ പ്രാക്ടിക്കൽ മെഷേഴ്സ് കൊണ്ടുവരണം. അതെ, ആ പ്രാക്ടിക്കൽ മെഷേഴ്സ് ഏത് തരത്തിലേക്ക് കൊണ്ടുവരും, അത് ഏത് തരത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നൊക്കെയുള്ളതാണ്. വളരെ നന്ദി രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ഇത്രയും സമയം ചേർന്നതിൽ. 4.5 വർഷത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറം ലോകം കണ്ടത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. റിപ്പോർട്ട് പൂർണ്ണമായി പഠിച്ച ശേഷം ഒരാഴ്ചയ്ക്കകം പ്രതികരിക്കുമെന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത്. വിഷയം പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. സർക്കാരുമായി നിയമ നടപടികൾ സഹകരിക്കുമെന്നും സിദ്ദിഖ് പറഞ്ഞു. ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. ആർക്കാണ് ആരോപണം, ഏത് രീതിയിലാണ് വിവേചനം ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സിനിമാ നയം ഉണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം താൻ കണ്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ടാണല്ലോ ഇപ്പം പുറത്തുവിടണമെന്ന് പറഞ്ഞത്. പുറത്തുവിട്ട റിപ്പോർട്ട് എനിക്കറിയില്ല എന്താണ്. വിവരാവകാശ കമ്മീഷനും കോടതിയും പറഞ്ഞതിനനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ട് കാണേണ്ടവർ കാണട്ടെ. പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ നിർദ്ദേശങ്ങളും കണ്ടെടുത്തിട്ടുള്ള നിഗമനങ്ങളും പരിശോധിച്ചിട്ട്
സിനിമാ രംഗത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത്, അല്ലെ സീരിയൽ രംഗത്ത് അത് പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ധാരാളം നിർദ്ദേശങ്ങളും നിയമനങ്ങളുണ്ട്. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു കോൺക്ലേവ് നടത്താൻ പോവുക. ആ കോൺക്ലേവ് വെച്ച് അത് ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം കൊണ്ട് കേട്ടിട്ട് ഒരു സിനിമാ പോളിസി ഉണ്ടാക്കി സംസ്ഥാനം നടപ്പാക്കാനാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി 24-നോട് പറഞ്ഞു. ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി നൽകാൻ വേണ്ടി വന്നിട്ടുള്ള സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും മലയാള സിനിമാ രംഗത്ത് ക്രിമിനൽ സ്വഭാവമുള്ള അധോലോക സംഘങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന മാഫിയ രൂപത്തിലുള്ള ചില അധികാര കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് കാണുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മലയാള സിനിമാ രംഗത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത്. ഏതാണ്ട് വർഷങ്ങളായിട്ട് സിനിമാ ലോകത്ത് നടമാടുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ ഇപ്പോഴെങ്കിലും പുറത്തു വരുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയുണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ, സ്ത്രീവിരുദ്ധമായ പശ്ചാത്തലമാണ് ഇന്ത്യൻ സമൂഹത്തിലുള്ളതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ, നിങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കാനുമുള്ള ഒരു റിപ്പോർട്ടാണ് മുമ്പിൽ വന്നിട്ടുള്ളത്. അത് ഫലപ്രദമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകണം എന്ന് തന്നെയാണ്. പുറത്തു വന്നിട്ടില്ല. മലയാള സിനിമ സ്ത്രീവിരുദ്ധമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ രത്നച്ചുരുക്കം. അല്ല, സ്ത്രീവിരുദ്ധമായ ഒരു പശ്ചാത്തലമാണല്ലോ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഉറപ്പല്ലേ? ഉറപ്പായ നിലപാട് സ്വീകരിക്കും. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളും പ്രതികരണങ്ങളുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും.